നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 7-നാണ് ലോകം മുഴുവൻ അപലപിച്ച ഭീകരാക്രമണം ഇസ്രായേലിന് നേരെ ഹമാസ് ഭീകരർ നടത്തിയത്. ഇതിനെ തുടർന്ന് ശക്തമായി തിരിച്ചടിക്കുകയാണ് ഇസ്രായേൽ. ലോകരാജ്യങ്ങൾ മുഴുവൻ നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും ഒരു ദാക്ഷിണ്യവുമില്ലാതെ യുദ്ധം തുടരുകയാണ് ഇസ്രായേൽ. ഇനി ഒരു തവണ ഇസ്രായേലിന് നേരെ കൈപൊക്കാൻ ഹമാസ് അവിടെ ഉണ്ടാകരുത് എന്ന ദൃഢനിശ്ചയത്തിലാണ് ഇസ്രായേൽ. ഈ നടപടിക്കെതിരെ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായാലും അതൊന്നും വിഷയമല്ല എന്ന നിലപാടാണ് ഇസ്രായേൽ കൈക്കൊള്ളുന്നത്. ഇതോടുകൂടി അടിത്തറ ഇല്ലാതാകിയത് ഹമാസിന് മാത്രമല്ല, യുദ്ധത്തിൽ ഹമാസിന് ചെറിയ തരത്തിലെങ്കിലും പരോക്ഷ പിന്തുണ കൊടുത്ത പാലസ്തീൻ ജനതയ്ക്ക് കൂടിയാണ്. എന്നാൽ തങ്ങൾ ചെയ്ത തെറ്റിന്റെ ഭീകരത എത്രമാത്രമാണ് എന്ന് പാലസ്തീൻ ജനതയ്ക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ചെയ്തത് വളരെ വലിയ തെറ്റാണ് എന്ന് മനസ്സിലാക്കി ഹമാസ് ഭീകരർക്ക് നേരെ ശാപവാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാലസ്തീൻ ജനത. ഇസ്രായേൽ ഹമാസ് സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിലാണ് നാട്ടുകാർ ഭീകരതയെ ശപിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത്. ഹമാസ് തങ്ങളുടെ ജീവിതം നശിപ്പിച്ചുവെന്നാണ് പാലസ്തീൻ ജനത ഒരേ സ്വരത്തിൽ പറയുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി തെരുവോരങ്ങളിലും സോഷ്യൽ മീഡിയയിലും രൂക്ഷമായ വിമർശനങ്ങളാണ് ഹമാസിനെതിരെ ഉയരുന്നത്. സാധാരണക്കാർക്ക് നേരെ ഹമാസ് നടത്തുന്ന ക്രൂരതകളാണ് ഇതിലേക്ക് നയിച്ചത്. ഇസ്രായേൽ പൗരന്മാരെ ഹമാസ് ഭീകരർ ഇപ്പോഴും ബന്ദികൾ ആക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുകയാണ്. തെരുവുകളും അപ്പാർട്ട്മെന്റുകളും ഭീകരർ താവളമാക്കുന്നു. ഇവിടേക്ക് ഇസ്രായേൽ സേന നടത്തുന്ന പ്രത്യാക്രമണത്തിൽ പാലസ്തീനിലെ സാധാരണക്കാർക്കും ജീവൻ നഷ്ടമാകുന്നുണ്ട്. ഹമാസിന്റെ നിസ്സഹകരണവും ആക്രമണ വാസനയുമാണ് സംഘർഷം നീണ്ടുപോകുന്നതിന് കാരണമാകുന്നത്. സംഘർഷത്തെ തുടർന്ന് ഏറെ നാളുകളായി വലിയ ഭീതിയിലാണ് പാലസ്തീനിലെ ജനങ്ങൾ കഴിയുന്നത്. ഇതെല്ലാമാണ് പരസ്യ പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. ഹമാസ് തങ്ങളെ തകർക്കുന്നുവെന്നാണ് പാലസ്തീനി പൗരന്മാർ പറയുന്നത്. ജീവിതം ദുസ്സഹായമായതോടെയാണ് പരസ്യമായി പ്രതിഷേധിക്കുന്നത്. ദൈവം ഹമാസ് ഭീകരരുടെ ജീവൻ എടുത്താൽ മതി എന്നാണ് തങ്ങളുടെ പ്രാർത്ഥന എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹമാസിന്റേത് കൊടും ക്രൂരതയാണ് എന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥനായ യുവാവ് പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. നിരവധി ആളുകളുടെ ജീവൻ നഷ്ടമാക്കാൻ ഹമാസ് കാരണക്കാരനായി. ഇസ്രായേൽ സേനയെ പ്രതിരോധിക്കുകയായിരുന്നു ലക്ഷ്യമെങ്കിൽ ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണമായിരുന്നു. എന്നാൽ അത് ചെയ്തില്ല. താൻ ഉൾപ്പെടെ നിരവധി പേരാണ് ഇതേ തുടർന്ന് വീടില്ലാത്തവരായത്. സംഘർഷം ആരംഭിച്ചപ്പോൾ കുടുംബവുമൊത്ത് താൻ വീട്ടിൽ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് താമസം മാറുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ മാസം സംഘർഷത്തിൽ പരിക്കേറ്റ ഡോക്ടർ ഹമാസ് ഭീകരരുടെ ക്രൂരത വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുകയും ഭീകരർക്കെതിരെ വലിയ വിമർശനം ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഭീകരർക്ക് നേരെ ജനങ്ങൾ ശാപവാക്കുകൾ ചൊരിഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. താനൊരു ഡോക്ടറാണ്, തനിക്ക് നല്ലൊരു ജീവിതം ലഭിച്ചിരുന്നു. എന്നാൽ ഇസ്രായേലിനെ ഒരു കാര്യവുമില്ലാതെ ആക്രമിക്കാൻ തീരുമാനിച്ചതോടെ ഹമാസ് അത് നശിപ്പിച്ചു. ഹമാസിന് വേണ്ടത് ജനങ്ങളുടെ രക്തമാണ്. ദൈവം അവരെ നശിപ്പിക്കും. താനും അവരിൽ ഒരാളാണ്, പക്ഷെ ഭീരുക്കളായിരിക്കുന്നു. നമ്മൾ മനസ്സ് വെച്ചിരുന്നുവെങ്കിൽ ഈ സാഹചര്യം ഒഴിവാക്കാമായിരുന്നു എന്നായിരുന്നു അദ്ദേഹം വീഡിയോയിൽ പറഞ്ഞത്. ഹമാസിനെ പരോക്ഷമായെങ്കിലും പിന്തുണയ്ക്കുകയും ഇസ്രായേലിനെതിരെ നിൽക്കുകയും ചെയ്തത് വലിയ തെറ്റായി പോയി എന്നാണ് പാലസ്തീൻ ജനത ഇപ്പോൾ തിരിച്ചറിയുന്നത്. എന്നാൽ ഇതൊരല്പം നേരത്തെ ആകാമായിരുന്നില്ലേ എന്ന ചോദ്യം മാത്രം അപ്പോഴും അവശേഷിക്കുന്നു.